നമസ്കാരം പ്രിയപ്പെട്ടവരെ. വളരെ പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി, അതായത് നമ്മുടെ സുരേഷ് ഏട്ടൻ നായകനായിട്ട് എത്തുന്ന JSK ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ഈ സിനിമയുടെ പേര്. മറ്റൊന്ന് ഈ സുംബ ഡാൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വിഷയം. ഈ വിഷയത്തെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമി ചാനലിനകത്ത് ഒരു ഗംഭീരമായിട്ടുള്ള ഡിബേറ്റ് നടന്നു. ഈ ഡിബേറ്റിൽ നമ്മുടെ മാധു ഇതിനകത്ത് അതിഥിയായി വന്നത് ഹാർപിക് ഹുസൈനാണ്. അതായത് സാധാരണ ഈ ചലം ചാനലിനകത്താണ് ഈ ഒരു നാശത്തിന് നമ്മൾ കാണാറുള്ളത്. പക്ഷേ അതിനകത്ത് വന്നിരുന്നുകൊണ്ട് കൊണയടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അവതാരകനും അതിനകത്ത് വരുന്ന ആൾക്കാരെല്ലാം ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് നിത്യ സന്ദർശകരായതുകൊണ്ട് എന്ത് പറഞ്ഞാലും അപ്പാടെ വിഴുങ്ങും. ഡിബേറ്റിനകത്ത് കൗണ്ടർ പറയുന്ന സംഭവങ്ങളൊന്നും ഇവന്മാർക്ക് ആർക്കും ഇല്ല. പക്ഷേ മാധുവിനെ പോലുള്ള ആൾക്കാർക്ക് വന്നിരുന്നുണ്ട് ഈ പരനാറി വന്നിട്ടുണ്ട് തെണ്ടിത്തരം പറയുമ്പോഴത്തേക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു നമ്മുടെ മാധു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിബേറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ ഇതിന് UA13+ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തത്. അതായത് സിനിമയ്ക്കകത്ത് ഒന്നുമില്ല കട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. ഈ സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമ ആണ്. അനുപമ പരമേശ്വരൻ കുറെ നാൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് വരുന്നു. ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോർട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. അപ്പൊ ഈ റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടിയുടെ പേര് ജാനകി എന്നാണ്. അപ്പൊ ഈ ജാനകി എന്ന പേര് സീതാദേവിയുടെ നാമവുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഈ ഭാഗങ്ങൾ ഈ സിനിമയിൽ നിന്ന് കട്ട് ചെയ്യണമെന്നാണ് ഈ കേന്ദ്രത്തിലെ സെൻസർ ബോർഡ് അംഗങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ സിനിമ ഹൈക്കോടതി വക്കീലന്മാർ ഇന്ന് ഈ സിനിമ കാണുന്നുണ്ട്. ഇതിന് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് ഇതൊരു പ്രൊമോഷന്റെ ഭാഗമാണെന്നാണ്. പക്ഷേ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി ഇരിക്കുമ്പോൾ പോലും ഇത്തരത്തിലൊരു സിനിമ ആവിഷ്കാരം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കത്തിവെക്കുന്ന പരിപാടികളാണ് കേന്ദ്ര സർക്കാരിന്റെ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് സുരേഷ് ഏട്ടൻ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സുംബയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിവിടെ കേരളത്തിൽ മുസ്ലിങ്ങൾ വല്ലാത്ത രീതിയിൽ ഇതിനെ എതിർക്കുന്നു എന്നുള്ള ഒരു വാർത്ത സാധാരണ ഈ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ ഈ വൃത്തികെട്ട നാറി പറയുന്ന തെമ്മാടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളും അപ്പാടെ കേട്ട് വിഴുങ്ങുന്ന സ്വഭാവക്കാരാണ് ഈ ചലം ചാനകത്തുള്ളത്. എന്തായാലും മാധു ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി, നല്ല കിണ്ണം കാച്ചിയ മറുപടി ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങളുടെ കമന്റ് അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ വിപണിയിലേക്ക് എത്തേണ്ട സിനിമ ഇതുവരെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണമായി ഉന്നയിക്കുന്നത് ആ പേരൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പുറത്ത് ഒരു വ്യായാമ മുറ സൂംബ എന്ന രീതിയിൽ ജനപ്രിയമായി മാറിയിരിക്കുന്ന അതിനെ അടച്ചാക്ഷേപിക്കുകയാണ്. എന്ത് പുതിയ കലാരൂപം മുന്നോട്ട് വെക്കണമെങ്കിലും ആരെയൊക്കെയാണ് സമൂഹം തൃപ്തിപ്പെടുത്തേണ്ടത്? കോയാസ് ഹാവ് ഓൾ ദ ഫൺ എന്നതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. മുസ്ലിങ്ങൾക്ക് മാത്രം കുരു പൊട്ടിയാൽ പോരല്ലോ, കുറച്ച് നമ്മളുടെ ഹിന്ദു മതവിശ്വാസികൾക്കും കുരുകളൊക്കെ പൊട്ടട്ടെന്നേ. എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും കത്തിച്ച് നക്കാപ്പിച്ചാ പറ്റി ജീവിക്കുക. അതാണ് ഇപ്പോൾ നാട്ടുകാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് ഇവിടെ ഏത് പോലെയാണോ ഈ ഹിന്ദു മത വിഷയങ്ങളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശന വിധേയമാക്കിക്കൊണ്ട് സിനിമകളൊക്കെ വന്നിരുന്നത്. സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിടുമ്പോൾ അത് ഒരു ഹൈന്ദവ ഒരു പുരാണത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ തടയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചുപോക്കാണ് സംഭവിക്കുന്നത്. നമ്മൾ നേടിയിരുന്ന ഒരു ഉന്നതിയിൽ നിന്നും പിന്നോട്ടുള്ള നടത്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആരാണ് വഴിവെക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ പറയുന്ന വിഷയത്തിലേക്ക് സൂംബയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ട് വരാം. ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്നിടിച്ചേക്കുന്നു. മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത്. പാല് കൊടുത്തുകൊണ്ട് കിടന്നിരുന്ന സ്ത്രീയുടെ പള്ളയിൽ കത്തി കുത്തി ഇറക്കിയ ചരിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയാം. നിന്റെ തന്ത പറയും, നല്ല വിവരമുള്ളവനായിരുന്നു നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു കേട്ടറിവല്ലേ നിനക്കുള്ളൂ, നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ല. വേണ്ടി തുടക്കമിട്ടിരുന്ന ഇസ്ലാമിക് ഗോൾഡൻ അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങേക്ക് കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങ് നടത്തിയ പല പരാമർശങ്ങൾ, അങ്ങയുടെ ആദ്യത്തെ സെന്റൻസിൽ ഒരു വാക്ക് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. കോയാസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് അങ്ങ് പറഞ്ഞു തുടങ്ങിയത്. മതത്തെയും ഒരു വിശ്വാസത്തിലെയും അതിൽ ഉൾപ്പെടുന്ന ആളുകളെയും അങ്ങനെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് വിശ്വാസികളെ മൊത്തമല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അളിയാ? ഒരു നിമിഷം അല്ല, പക്ഷേ അങ്ങ് പിന്നീട് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത് അല്ലേ? ആ നിലയ്ക്ക് ആ നിലയ്ക്ക് ഹിന്ദുക്കളെ സംഖ്യകളെന്ന് ആരും വിളിക്കുന്നില്ല. ഹിന്ദുക്കളെ സംഖ്യകളെന്ന് ആരും വിളിക്കുന്നില്ല. ആ നിലയിൽ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടാണ്. ചുരുങ്ങിയതും ശുഷ്കമായതുമായി മറ്റുള്ളവരോട് ബഹുമാനമില്ലാത്തതുമായ കാഴ്ചപ്പാടാണ്. ഉപേക്ഷിക്കണം. വളരെ ആരോഗ്യകരമായ ചർച്ചയാണെങ്കിൽ എനിക്ക് സന്തോഷം. താനുള്ള ഒരു അവസരമാണ് ഇത്. ആ നിലയ്ക്ക് ചർച്ച മുന്നോട്ട് പോകില്ല എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്.
ഇത് മതത്തിന്റെ വിഷയം തന്നെയാണ്. ഈ പറയുന്ന വിഷയം ആഭാസമാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ വിഷയം വെച്ചുകൊണ്ട് തന്നെയാണ് അത്. ഹയ എന്ന് പറയുന്ന വിഷയമാണ് അവിടെ കടന്നു വരിക. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. എങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം അതിനെ ന്യായീകരിക്കുന്നത് എന്ന് പറയണമായിരുന്നു. അതിന് പകരം അങ്ങ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തെ പറ്റി, അവരുടെ പ്രവാചകനെ പറ്റി, അവരുടെ ആചാരങ്ങളെ പറ്റി ആ നിലയ്ക്ക് സംസാരിച്ചു പോകുന്നത് എന്റെ സ്വഭാവം നിനക്കറിയില്ലേ? ഒരു സുഖം, ഒരു മനസുഖം. ഇവിടെ വിഷയത്തിന്റെ ഇതിന്റെ കാമ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ കോർ എന്ന് പറയുന്നത് എന്താണ്? മതവിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയമല്ല, അത് ഇവിടുത്തെ ഇരിക്കുന്ന ആളുകളുടെ പാനലിസ്റ്റുകളുടെ വിഷയമല്ല. അവരത് അഡ്രസ് ചെയ്യട്ടെ, അവരുടെ പ്രശ്നമാണത്. എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ആ വിഷയം പറയുമ്പോൾ ആ വിഷയം പറയാതെ മറ്റു കാര്യങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും പ്രവാചകനിലേക്കും വരെ എത്തിയെത്തുന്ന സ്വാഭാവികമായും വിശ്വാസങ്ങളെ ബഹുമാനിക്കുക എന്നതുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അജണ്ടകളെയാണ് എതിർക്കേണ്ടത്. വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന അജണ്ടകളെയാണ്. വിശ്വാസത്തെ ആ നിലയ്ക്ക് വിശ്വാസം സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നിടത്തോളം വിശ്വാസത്തെ പറയുക എന്നുള്ളതല്ല, വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അജണ്ടകളെ പറയുക എന്നുള്ളതാണ് ഉത്തരവാദിത്തമുള്ള മനുഷ്യരുടെ ഉത്തരവാദിത്തം. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. അതൊന്നും സൂത്രത്തിലുണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നതിന് സുരേഷ് ഗോപിയൊക്കെ തന്നെ പോയി കണ്ട് പ്രകീർത്തിച്ച മറ്റു തരത്തിൽ സമൂഹത്തിൽ പകയും സ്പർദ്ധയും വർഗീയതയും വെറുപ്പും മാത്രം ഉണ്ടാക്കുന്ന കാശ്മീർ ഫയൽസിനെ, സബർമതി റിപ്പോർട്ട്, കേരള സ്റ്റോറി പോലുള്ള സിനിമകളെല്ലാം ഇവർ കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇസ്ലാമിന് ഒരു തരത്തിലും ഒരു നവോത്ഥാനം എന്ന് പറയുന്നതിന് വെളിച്ചം ലെവലേശം അടിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. അതിനുവേണ്ടി തുടക്കമിട്ടിരുന്ന ഇസ്ലാമിക് ഗോൾഡൻ ഏജിലൊക്കെ ഞാനൊന്ന് മുഴുവനാക്കട്ടെ, എന്നിട്ട് മലയാളത്തിൽ ജാനകി എന്ന പേരിൽ തന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. 2018 തെലുങ്കിൽ കാതറഗവാളിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇപ്പം 88 രാം അവതാർ എന്ന പേരിൽ തന്നെ അനിൽ കപൂറും സണ്ണി ഡിയോളും ശ്രീദേവിയും സത്യസന്ധമായിട്ട് പറയാം. അതായത് ഈ സിനിമയിൽ ഒന്നും പറഞ്ഞാൽ ആ പേരുകൾക്ക് അതിന്റേതായ ദൈവികമായ പ്രത്യേകതയൊന്നുമില്ല. സീതയാണെങ്കിലും മേരി ആണെങ്കിലും ഐഷയാണെങ്കിലും ഫാത്തിമയാണെങ്കിലും അല്ലെങ്കിൽ ജാനകി ആണെങ്കിലും ഒക്കെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. അതാണ് സെൻസർ ബോർഡ് എടുത്തിരിക്കുന്നത്. അത് മാറുമെന്നാണ് എന്റെ പ്രതീക്ഷ. കണ്ണടച്ച ആരാണ് രാഹുൽ? ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ഒരു പേര് വരുമ്പോൾ, അതും സീതയുടെ പര്യായമായ ജാനകി എന്ന പേര് വരുമ്പോൾ, അത് അതിക്രമത്തിനിടയാകുന്ന പെൺകുട്ടിക്ക് അത്തരം പേരുകൾ പാടില്ല എന്ന നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലേ? ഒരു പേരിൽ ഇത്രയധികം പ്രശ്നമുണ്ടാക്കിയിട്ടുള്ള സംഖ്യകളെ കുറിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് അത് അവസാനം കൊണ്ടുവച്ചത് ഇസ്ലാമിന്റെ നെഞ്ചത്താണ് ഈ പരനാറി. ഈ കാലം കുറേയായി ഈ നാറി വന്നിരുന്നുണ്ട്, ഈ ചലം ചാനലിനകത്ത് വന്നിരുന്നുണ്ട്. ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറയുമ്പോൾ അത് അപ്പാടെ വിഴുങ്ങുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ സാധാരണ ചാനലിൽ കാണാറുള്ളത്. പക്ഷേ ഇതുപോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വന്ന് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറഞ്ഞാൽ അവരതിനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുക എന്ന് മാത്രമല്ല, ഈ ചാനലിൽ നിന്ന് ഇവൻ ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ച കണ്ടു. അതിനുശേഷം പിന്നീട് ഇവൻ മാധുവിനെ വിളിച്ചിട്ട് മാധു താത്ത എന്ന രീതിയിൽ ഒരു ടൈറ്റിലൊക്കെ വെച്ചുകൊണ്ട് ഇവൻ ഒരു വീഡിയോ ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവൻ പറയുന്നത്, മാധു എനിക്ക് അവസരം തന്നില്ലല്ലോ എന്ന്. അവസരം കൊടുക്കുമ്പോൾ തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയുന്നവനെ തിരിച്ച് അത് കൗണ്ടർ കൊടുക്കുക എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകരുടെ ധർമ്മം തന്നെയാണ്. അതാണ് ഈ ചാനലിനകത്ത് ഈ ഒരു ചർച്ചയിൽ നടന്നത്. എന്തായാലും ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഈ ഒരു കേന്ദ്ര സർക്കാർ സെൻസർ ബോർഡിന്റെ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഷാജി കൈലാസ് കഴിഞ്ഞ ദിവസം ഒരു ഡയലോഗ് ഇട്ടിരുന്നു. എൻ്റെ കൈലാസ് എന്നുള്ള പേരിനി മാറ്റേണ്ടി വരുമോ എന്നുള്ളത്. ഈ സംഘി ഭീകരതയ്ക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അവന്റെ ആസനം നക്കി ജീവിക്കുന്ന ഈ പരനാറി കുറെ കാലമായിട്ട് ഇരുന്ന് പറയുന്ന ഈ തെമ്മാടിത്തരത്തിന് ഒരു അറുതി ഭരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ശക്തമായ രീതിയിൽ തന്നെ ജനങ്ങൾ ജാതി മത ഭേദമന്യേ മുന്നോട്ട് വരണം, അവർ പ്രതിഷേധിക്കണം, അവർ രംഗത്തിറങ്ങണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നാറി ഇങ്ങനെ ഇരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ബൈ.